കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ദിവ്യയും നന്ദനയും ഉണ്ണിമോളും എല്ലാം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാണ്ടിരിക്കുകയാണ്. ഈ സമയം ഓപ്പോസിറ്റ് സൈഡില് അഭിജിത്തും കണ്ണനും മനു എല്ലാരും ഇരിക്കുന്നുണ്ട്. അപ്പം നന്ദനയ്ക്കാണെങ്കിലോ അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ആയിരുന്നു കഴിക്കാനുണ്ടായിരുന്നേ. ഈ സമയം അഭിജിത്ത് എന്ത് ചെയ്യണം, നന്ദനയുടെ എന്ന് പറഞ്ഞു, അതെ നല്ല രുചിയുണ്ട് ഈ ചിക്കൻ ഫ്രൈയും കൂട്ടിയിട്ട് ചോറുണ്ണാനായിട്ട്, അതെ നീ എനിക്ക് കുറച്ച് തരാൻ പറയണം. പെട്ടെന്ന് നന്ദന പറഞ്ഞതേ കൊതി വിടാ, നീ പോ അഭിജിത്തേന്ന് പറയണം. ഉണ്ണിമോൾക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. ദൈവമേ, അഭിജിത്താണ് ചോദിക്കുന്നത്, അഭിജിത്തിന് നാവി ഗുളികനും ഉണ്ട് താനും. ഈ സമയം അഭിജിത്ത് പറഞ്ഞു, അതെ എനിക്ക് ധാരാളെങ്ങാനും കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിനക്ക് വയറിന് അസുഖം പിടിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, നന്ദനെ അതങ്ങോട്ട് കൊടുത്തേക്കാൻ പറയാണ്. അങ്ങനെ നന്ദനെ എന്ത് ചെയ്യണം, അത് മൊത്തം കൊടുക്കുക. ദിവ്യയുടെ പ്ലേറ്റിനകത്തും കൂടെ ഉള്ളത് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടേ കഴിച്ചോളാൻ പറയണം. അവർക്കറിയാം അവന്റെ നാവിൽ ഗുളികനുണ്ട്. ഇനിയിപ്പൊ അവൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന് കൊടുക്കാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് എന്തേലും അസുഖം വരുമെന്ന്. അങ്ങനെ അതുമായിട്ട് അവന്മാരങ്ങോട്ട് പോയി കഴിക്കണം. മനുവിനും കണ്ണനും എല്ലാവർക്കും ചിക്കൻ വറുത്ത് കൊടുത്തു. പിന്നീട് അഭിജിത്ത് പറഞ്ഞു, എങ്ങനെയുണ്ടാ കണ്ടോ, എന്നെ ഇപ്പൊ നല്ല പേടിയുണ്ട്, അതുകൊണ്ടല്ലേ തന്നേന്ന് ചോദിക്കാം. പിന്നീട് ഫുഡ് കഴിക്കുക പോലും ചെയ്യാതെ അവരങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഇതെല്ലാം ഗിരിദേവൻ കാണുന്നുണ്ടായിരുന്നു. അഭിജിത്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഉണ്ണിമോളും നന്ദനെ ദിവ്യ എല്ലാരും കൂടെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് അഭിജിത്തും കൂട്ടുകാരും വന്നേ. അങ്ങനെ ഉണ്ണിമോളും ദിവ്യയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് അഭിജിത്ത് വന്നിട്ട് ചോദിച്ചു, നീ ഇന്നലെ വല്ല കഥപുസ്തകമൊക്കെ കൊണ്ടുപോയല്ലോ, എന്നിട്ട് നീ അത് മൊത്തമായിരുന്നു വായിച്ചോന്ന് ചോദിക്കാം. ഇത് കേട്ടതും പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, ഇല്ല ഞാനത് മൊത്തം വായിച്ചില്ല, കുറച്ച് വായിച്ചോളൂ, കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി. ഓ, എന്നിട്ട് പിന്നെ നീ എന്തിനാ അതവിടെ വെച്ചോണ്ടിരുന്നേ, നിനക്ക് അതങ്ങോട്ട് എടുത്തോണ്ട് വരാൻ എല്ലാവരും ചോദിക്കുക. ഇത് കേട്ടതും ഉണ്ണിമോള് പെട്ടെന്ന് പറഞ്ഞു, അതെ എന്റെ മുത്തശ്ശിക്ക് വായിക്കാനൊക്കെ അറിയാം, എന്റെ മുത്തശ്ശി വായിക്കുന്നതെന്ന് പറയാം. ഓ, നിന്റെ മുത്തശ്ശിക്ക് ഈ പ്രായത്തിലും കണ്ണ് കാണാമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ദിവ്യ പറഞ്ഞു, ഇതേ മീനാക്ഷി അഭിജിത്താ പറഞ്ഞിരിക്കുന്നത്, മിക്കവാറും മീനാക്ഷിയുടെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. ഇത് കേട്ട് വെച്ചപ്പോ ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഭിജിത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ചട്ടമായിരിക്കും. അഭിജിത്തിന് നാവി ഗുളികനുണ്ട്, ആ ദിവ്യയ്ക്കും നന്ദനയ്ക്കും അങ്ങനെ അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉണ്ണിമോള് നേരെ ഗിരിദേവനെ അന്വേഷിച്ച് ചെല്ലുവാണ്. ഗിരിദേവന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഗിരിദേവ ആകെപ്പാടെ പ്രശ്നമായെന്ന് പറയാം. എന്ത് പ്രശ്നം? അതെ ഇന്ന് അഭിജിത്ത് ഇങ്ങനെയൊക്കെ പറന്ന് പറയാണ്, മുത്തശ്ശിയുടെ കണ്ണ് ഈ പ്രായത്തിലും കാഴ്ചശക്തി ഉണ്ടോന്നൊക്കെ ചോദിച്ചെന്ന്. എന്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി പോവാ ഗിരിദേവാന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോള് ധൈര്യമായിട്ടിരിക്കുക, മുത്തശ്ശിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാം. എന്നാലും എനിക്ക് ഭയമുണ്ട് ഗിരിദേവ, എന്റെ മുത്തശ്ശിനെ രക്ഷിക്കണം കേട്ടോ എന്ന് പറയാം. ഉണ്ണിമോളോട് ചോദിച്ചു, ഉണ്ണിമോൾക്ക് അത്ര പേടിയാണെന്ന് ചോദിക്കാം. അതെ ഗിരിദേവനല്ലേ പറഞ്ഞേ ആ അഭിജിത്തിന്റെ നാവി ഗുളികനുണ്ടെന്ന്. ഒരു പക്ഷേങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ട് പേടിയുണ്ടെന്ന് പറയാം. അതുകൊണ്ട് പേടിച്ചിട്ട് തന്നെയാ ഇന്നാണെങ്കിൽ ആ ചിക്കൻ ഫ്രൈ അത് നന്ദനെ ദിവ്യം കഴിക്കാതെ അവന് കൊടുത്തേ. ഒരു പക്ഷേങ്കിൽ അവന് കൊടുക്കാതെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാം വൈറ്റമിൻസും കൂടെ പിടിച്ചാനും. അത് അവർക്ക് നന്നായിട്ട് അറിയാന്ന് പറയാം. എനിക്കും മനസ്സിലായി ഉണ്ണിമോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ള കാര്യം. ഉണ്ണിമോൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകാൻ പറയാണ്. അങ്ങനെ ഉണ്ണിമോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരിക. ഈ സമയം മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മുത്തശ്ശനെ കണ്ട് ഓടി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. എന്താ ഉണ്ണിമോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? അത് മുത്തശ്ശി, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇന്ന് അഭിജിത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ്. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഏയ് എന്റെ ഉണ്ണിമോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അത് ചുമ്മാ പറഞ്ഞല്ലേ അവന്, എന്റെ കാഴ്ചശക്തി ഒന്നും പോയില്ലെന്ന് പറയാണ്. ഈ സമയം അനസൂയ വന്നിട്ട് പറഞ്ഞു, അതെ ഉണ്ണിമോളെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചാരോ, അങ്ങനെയൊന്നും മുത്തശ്ശിയുടെ കാഴ്ചശക്തി ഒന്നും പോകത്തില്ല. അഭിജിത്ത് പറഞ്ഞ ഉടനെ കാഴ്ചശക്തി പോകാനായിട്ട് ഇരിക്കുകയാണോ മുത്തശ്ശിയുടെ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. പക്ഷെ എന്നാലും ഉണ്ണിമോക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു. തന്റെ മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നീട് ഉണ്ണിമോൾ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി എന്ത് ചെയ്യുവാണ്, മുത്തശ്ശി ഒരു പുസ്തകം എടുത്ത് വായിക്കാതെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. മുത്തശ്ശി കണ്ണൊന്ന് തിരുമ്മി നോക്കി, കിട്ടുന്നില്ല. പെട്ടെന്ന് അനസൂയനെ വിളിക്കുകയാണ്. അനസൂയ ഓടി വന്നു, എന്താ അമ്മ, എന്താ കാര്യം? എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല മോളേന്ന് പറയണം. ചതിച്ചോ എന്റെ ഭഗവാനെ, എന്റെ അയ്യപ്പസ്വാമി, എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ കരച്ചിൽ ഇത് കേട്ടപ്പോ ഉണ്ണിമോള് മുറ്റത്തുണ്ടായിരുന്നു. ഉണ്ണിമോൾ അങ്ങോട്ട് ഓടി വരുവാ മുത്തശ്ശിന്ന് വിളിച്ചോണ്ട്. എന്താ മുത്തശ്ശി? അത് മുത്തശ്ശിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മുത്തശ്ശി. അവൻ അഭിജിത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കരുനാക്കാണ്, അവന്റെ നാവിൽ ഗുളികനുണ്ടെന്ന് അവൻ പറഞ്ഞ അച്ചിട്ടാവെന്ന് പറഞ്ഞല്ലേ. ഗിരിദേവൻ എന്നോട് പറഞ്ഞ കാര്യമാ, അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉണ്ണിമോൾ കാപ്പാടെ വെപ്രാളമായി. ഉണ്ണിമോൾ നേരെ ഗിരിദേവന്റെ അടുത്തേക്ക് ഓടുവാണ്. ഗിരിദേവന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഗിരിദേവ എന്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി പോയി, ഗിരിദേവൻ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, എനിക്കിപ്പോ സഹായിക്കാൻ പറ്റില്ലെന്ന് പറയാ.
അതിങ്ങനെ ശരിയാവും ഗിരിദേവ. ഇതിനു മുൻപ് എന്താപത്തുണ്ടായാലും ഗിരിദേവ സഹായിക്കുന്നല്ലേന്ന് ചോദിക്കാം. അങ്ങനെ സഹായിക്കണമെങ്കിൽ ആദ്യം നമ്മള് ഗുളികന്റെ അടുത്ത് ചെല്ലണമെന്ന് പറയാം. അപ്പൊ അതിനു മുമ്പ് തന്നെ അഭിജിത്തിന്റെ നാഭി ഗുളികനുണ്ടല്ലോ, അപ്പൊ അഭിജിത്തിനെ രക്ഷിച്ചാൽ മാത്രമേ ഇനിയിപ്പോ മുത്തശ്ശിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടു ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യാനെന്ന് അറിയത്തില്ല. ഗിരിദേവൻ പറഞ്ഞു, അതിനുള്ള മാർഗമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ ഉണ്ണിമോൾക്ക് മാത്രമേ ഇനിയിപ്പോ മുത്തശ്ശിനെ അഭിജിത്തിനെ അവരെയൊക്കെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഉണ്ണിമോൾ ചോദിച്ചു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ണിമോൾക്കേ പറ്റുള്ളൂ. നാളെ ആകുമ്പത്തേനും ഇനിയിപ്പോ എല്ലാരും അഭിജിത്തിനെ ഓടിക്കാൻ തുടങ്ങും. കാരണം അഭിജിത്തിന്റെ കരുനാക്കാന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഉണ്ണിമോൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോ ഒരു പ്രായമായ അമ്മേനെ കണ്ടില്ലേ? ആ അമ്മേനെ ആൾക്കാരെല്ലാം ഓടിക്കുന്നത് എന്തുകൊണ്ടാ? അമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണെ സംഭവിക്കത്തില്ല, ചീത്ത കാര്യമാണെ സംഭവിക്കും. അതുകൊണ്ടല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. ഒരു പക്ഷേങ്കില് നാളെ മുതൽ എല്ലാരും അഭിജിത്തിനെ ആട്ടി ഓടിക്കാൻ തുടങ്ങും. പക്ഷേങ്കില് അതിനു മുമ്പ് അഭിജിത്തിനെ രക്ഷിക്കണമെങ്കിൽ ഉണ്ണിമോൾക്ക് മാത്രം സാധിക്കുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട് ഉണ്ണിമോൾ പറഞ്ഞു, എന്ത് വേണം ഞാൻ ചെയ്യാം, എനിക്ക് എന്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടണമെന്ന് പറയാം. അപ്പൊ ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതിനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്നും പറഞ്ഞ് ഉണ്ണിമോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.